നമ്മൾ ഈ ഭൂമിയിൽ പല കാഴ്ചകളും കാണാറുണ്ട്. അതുപോലെ തന്നെ പക്ഷികൾ അവർ ആകാശത്ത് നിന്ന് അവരുടേതായ രീതിയിലും അവർ മുകളിൽ നിന്ന് താഴത്തേക്ക് ഉള്ള വ്യൂവിൽ അവർ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വ്യൂവും അവർ കാണുന്ന ആ ഒരു വ്യൂവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പലപ്പോഴും നമ്മളും ഓർത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു വ്യൂ നമുക്കും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന്, അല്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? യാതൊരു വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ പക്ഷിയായിട്ട് പറക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകണം. ഫ്ലൈറ്റിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ കാഴ്ചകൾ കാണുന്നതിന് നമുക്ക് ആവശ്യമുള്ള ആ ഒരു കാഴ്ച അത്രയും നേരം നമുക്ക് കാണാൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെ നടക്കും? അതിന് വഴിയുണ്ട്. DJI Mini 4 Pro അതിൻ്റെ ഫ്ലൈ മോർ കോംബോ എന്ന് പറയുന്ന ഈ ഡ്രോണാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇന്ന് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെറ്റിങ്സും എല്ലാം നോക്കി അത് ഫുൾ ചാർജ് ചെയ്ത് നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രോൺ വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് അത് പറപ്പിക്കേണ്ടതെന്നും അതിൻ്റെ സെറ്റിങ്സൊക്കെ എവിടെയുള്ളതെന്നും ശരിക്കൊന്നും പഠിച്ചതിന് ശേഷം നമുക്കിത് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ടു ദി ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. നമുക്ക് ഈ ബോക്സ് ഒന്നേ ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെല്ലാം ഉള്ളതെന്ന്. ഇതിൻ്റെ അകത്തൊരു DJI ഡ്രോണ് വരുന്ന ഒരു ബാഗാണുള്ളത്. ബോക്സ് മാറ്റി വെക്കാം. ഈ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫ്ലൈ മോർ കോംബോയുടെ ബാറ്ററി പാക്ക്. ഇത് ഫ്ലൈ മോർ കോംബോയുടെ ബാറ്ററിയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജറും അതിൻ്റെ ബാറ്ററിയും. ഇങ്ങനെ ഒരു ബാറ്ററി 2 ബാറ്ററി എക്സ്ട്രാ വരും ഈ ഫ്ലൈ മോർ കോംബോയ്ക്ക്. നോർമൽ DJIൻ്റെ Mini 4 Pro വാങ്ങുകയാണെങ്കിൽ, ഫ്ലൈ മോർ കോംബോ അല്ലാത്ത DJI Mini 4 Pro വാങ്ങുകയാണെങ്കിൽ അതിൽ ഇതുപോലുള്ള ഒരു ബാറ്ററി ഉണ്ടാവുള്ളൂ. നമ്മുടെ DJI Mini 4 Pro കോംബോ ഫ്ലൈ മോർ കോംബോ വാങ്ങുകയാണെങ്കിൽ അഡീഷണൽ 2 ബാറ്ററി കൂടി നമുക്ക് കിട്ടും. ഇനി എന്താ ഉള്ളത്? ഇതാണ് ഇതിൻ്റെ റിമോട്ട്. RC2 ആണ് റിമോട്ട് വരുന്നത്. അപ്പോൾ ഇത് RC2 റിമോട്ട് കൺട്രോൾ വാങ്ങിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നുകിൽ മൊബൈൽ അല്ലെങ്കിൽ iPad അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഫോൺ എപ്പോഴും ബിസി ആയിരിക്കും. പിന്നെ പെട്ടെന്ന് ചാർജും കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ RC2 വാങ്ങുന്നതാണ് കുറച്ച് നല്ലത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഇത് വിഷ്വലൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതാണ് RC2 വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ താരം DJI Mini 4 Pro.
പിന്നെ ഈ ബാഗിൽ വരുന്നത് ഇതിൻ്റെ ഡാറ്റ കേബിളുകളും പിന്നെ ഇതിൻ്റെ ആ പ്രൊപ്പല്ലറുകളും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും അതിൻ്റെ ഫാനിൻ്റെ പ്രൊപ്പല്ലറുകളും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് അത് ഡാമേജ് ആവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഡാറ്റ കേബിൾസ്, അതിൻ്റെ ഡാറ്റ കേബിളുകൾ വരുന്നുണ്ട്. പിന്നെ അത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഡ്രൈവറും വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഡ്രോണ്. ഇതിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇപ്പം ഈ പ്രൊപ്പല്ലർ ഫ്രീ ആയി. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു ക്യാമറയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ക്യാമറയുടെ പ്രൊട്ടക്ഷൻ ഇത് മൊത്തത്തിലുള്ളൊരു കവർ, അതിൻ്റെ സെൻസറുകളും ക്യാമറയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ കവർ വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് എടുക്കാം. ഇതാണ് നമ്മളെ ഡ്രോൺ വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലെ ലെഗ് രണ്ടും ഇതുപോലെ നമുക്കിതാക്കാം. പുറകിലോട്ടുള്ള ഇതും ആക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോണ് ക്ലിയർ ആയിട്ടുണ്ട്.